ഭക്ഷണപ്രിയരായ സസ്യാഹാരികളുടെ ഇഷ്ടവിഭവമാവുകയാണ് കേരളത്തിന്റെ സ്വന്തം ഫലമായ ചക്ക. മാംസം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കിനി ചക്ക ട്രൈ ചെയ്യാമെന്നാണ് സസ്യാഹാരികൾ പറയുന്നത്. നൂറ്റാണ്ടുകളായി ഭാരതത്തിന്റെ ഭക്ഷ്യ സംസ്കാരത്തിന്റെ ഭാഗമാണ് ചക്ക. പുരാണകാലങ്ങളിൽ, അതായത് രാമായണത്തിൽ പോലും ചക്കയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ശ്രീരാമൻ, സീത, ലക്ഷ്മണൻ എന്നിവർ വനവാസം അനുഷ്ഠിച്ച സമയത്ത് കഴിച്ചിരുന്ന പ്രധാന ഭക്ഷണങ്ങളിലൊന്നാണ് ചക്ക. ഇതിനെ പനസം എന്നാണ് രാമായണത്തിൽ പറയുന്നത്. നാട്ടിൻപുറങ്ങളിൽ സാധാരണയായി ലഭിക്കുന്ന ചക്കയെ പലപ്പോഴും അവഗണിക്കാറുണ്ടെങ്കിലും സസ്യാഹാരികളുടെ ഇഷ്ടഭക്ഷണങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്താണ് ചക്ക. മാംസത്തിന്റെ രുചിയിൽ ചക്കയും പാകം ചെയ്യാമെന്നാണ് സസ്യാഹാരികൾ പറയുന്നത്. പഴുക്കാത്ത ചക്ക ഉപയോഗിച്ച് രുചികരമായ കറികളും വിഭവങ്ങളും ഉണ്ടാക്കാമെന്നും സസ്യാഹാരികൾ പറയുന്നു. പ്രോട്ടീന്റെ കലവറയാണ് ചക്ക. നാരുകൾ, വിറ്റാമിനുകൾ, ആന്റി ഓക്സിഡന്റുകൾ എന്നിവയും ഇതിൽ ധാരാളമാണ്. വിറ്റാമിൻ സി, മഗ്നീഷ്യം, പൊട്ടാസ്യം എന്നിവ ഈ ഫലത്തിൽ അടങ്ങിയതിനാൽ കുടലിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുന്നു. ഹരിത വിപ്ലവത്തിനെ തുടർന്ന് അരി ഉൽപാദനം വർദ്ധിക്കുന്നതിന് മുൻപ് ചക്കയെ ആളുകൾ കൂടുതലായി ആശ്രയിച്ചിരുന്നു. ചക്കയുടെ ഗുണങ്ങൾ അറിയുന്നവരാരും ഇതിനെ അവഗണിക്കാറില്ല. അതിനാൽ തന്നെ വിദേശത്ത് പോലും ഇപ്പോൾ ചക്കയ്ക്ക് ആരാധകർ ഏറെയാണ്. ഉണക്കിയും പൊടിച്ചും ചിപ്സ് രൂപത്തിലും തുടങ്ങി കടൽ കടന്ന് ചക്കയെ കൊണ്ടുപോകാൻ തിരക്കേറുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക്, ജനം.